ഇനി ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ. ഇങ്ങനെയുണ്ടോ ഒരു വിളി? പേരും ടീസറും ട്രെയിലറുമൊക്കെ സൂചിപ്പിക്കും പോലെ തന്നെ കോടതി മുറിക്കുള്ളിലെ കഥ പറയുന്ന കോർട്ട് റൂം ഡ്രാമയാണ് സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന JSK. സുരേഷ് ഗോപിയുടെ തന്നെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുമായി വിദൂര സാമ്യം ആരോപിക്കാവുന്ന ചിത്രത്തിന്റെ കഥ പറച്ചിൽ രീതി പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ്. സോറി ടു ഇന്ററപ്റ്റ്. CC നമ്പർ 233/23. ഒരു കുറ്റകൃത്യം സംഭവിച്ചാൽ കുറ്റാരോപിതർ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രം കാര്യമില്ല, മറിച്ച് അതിന്റെ കാരണം കണ്ടെത്തി തൊലിപ്പുറത്തെ ചികിത്സയ്ക്കുള്ള നടപടികൾ വേണമെന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നു. ജാനകി എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയും അതിലെ എല്ലാ കഥാപാത്രങ്ങളും വിരാജിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ജാനകി എന്ന ഈ ശക്തമായ കഥാപാത്രത്തിലൂടെയാണ്. ജാനകി എന്ന പെൺകുട്ടിയും അവളുടെ അതിജീവന സമരവും അവളെ പിന്താങ്ങിയും എതിർത്തു നിൽക്കുന്ന സമൂഹമാണ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് മുൻപുള്ള അരമണിക്കൂർ ചടുലവും വൈകാരികവുമായ ആ സമയത്തെ രംഗങ്ങൾ പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് വക്കീൽ പണിയാണ്. വിസ്താരം കോടതിക്കുള്ളിലാണ്. സർ, കേരള പോലീസ് മുഴുവൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. പ്രധാന കഥയുടെ പശ്ചാത്തലം പ്രേക്ഷകന് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ആദ്യ പകുതി ഏതാണ്ട് കഴിയണം. സാധാരണ ഇൻട്രോയിലൂടെ സുരേഷ് ഗോപിക്കൊരു അമാനുഷിക പരിവേഷം കൊടുക്കാതിരിക്കാൻ അണിയറക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നാലെ വരുന്ന ചില രംഗങ്ങളിൽ അവരറിയാതെ തന്നെ ഒരു മാസ് ഹീറോ അപ്പീൽ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം ന്യൂസ്. ജാനകി വിദ്യാധരൻ